ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നെജൂസ് വേൾഡ്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദുൽ മുബാറക്ക്. ഞാനിന്നിവിടെ ചിക്കൻ നിറച്ചതും കണ്ണച്ചത്തിരിയാണ് ഉണ്ടാക്കിയത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ 1 കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നല്ല ആഴത്തിൽ വേണം വരയാൻ. നമുക്ക് ഇതിൽ മസാല തേച്ച് പിടിപ്പിക്കാനുള്ളത്. അപ്പോൾ മസാലൻ്റെ ടേസ്റ്റ് എല്ലാം ഉള്ളിലേക്ക് ചെന്നിറങ്ങാൻ വേണ്ടിയിട്ടാണ് നല്ല ആഴത്തിൽ വരയണം. ഇതിൻ്റെ പിൻഭാഗത്തും എല്ലാം നന്നായി വരയിട്ടതിന് ശേഷം നമുക്ക് മസാല റെഡിയാക്കി തുടങ്ങാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ ചിക്കൻ മസാലയും കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് നാരങ്ങാനീര് ചേർക്കണം. അതിന് മുമ്പ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാം. നന്നായി തേച്ച് പിടിപ്പിക്കാം കേട്ടോ. ഇങ്ങനെ ഈ വരഞ്ഞതിൻ്റെ ഉള്ളിലേക്കായി നല്ല വൃത്തിയിൽ ഞാൻ തേച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് സമയത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കി തുടങ്ങാം. ഞാൻ 3 സവാളയും 3 പച്ചമുളക് കറിവേപ്പിലയും മല്ലിയിലയും കൂടാണ് ഇത് എല്ലാം നല്ല റെഡിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. എണ്ണ നന്നായി വെളിച്ചെണ്ണയിൽ വേണം കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ആദ്യം സവാള ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ പച്ചമുളകും നമുക്ക് മല്ലിയിലയും കറിവേപ്പിലയും എല്ലാം ചേർത്തിട്ട് ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഞാനിവിടെ ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. സവാള ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം. ഇനി ആവശ്യത്തിന് മല്ലിപ്പൊടി ചേർക്കണം. ഞാൻ കുറച്ച് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്കൊന്ന് കളറും ടേസ്റ്റും നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാം. കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. വെരി സിമ്പിൾ റെസിപ്പിയാണ്. കുറച്ചും കൂടെ മല്ലിപ്പൊടി തന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ടേസ്റ്റ് നോക്കിയിട്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് 1 എഗ്ഗ് മസാല തേച്ച് വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇവിടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഈ ഫില്ലിങ് എല്ലാം കൂടെ നമുക്ക് ചിക്കനിലേക്ക് നിറച്ചു കൊടുക്കാം. ഇങ്ങനെ തന്നെ വേണം ഇത് നിറച്ചു കൊടുക്കാൻ. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച എഗ്ഗും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ബാക്കി ഫില്ലിങ്ങും കൂടെ ഇതുപോലെ ഇങ്ങനെ തന്നെ നല്ല ടൈറ്റാക്കി ചെയ്തു കൊടുക്കാം. ഞാനിവിടെ ഇങ്ങനെ തന്നെ ഒരു ഇത് വെച്ചിട്ട് കുത്തി കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നൂല് വെച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി ഈ 2 കാലും കൂടെ ഒന്ന് നൂല് വെച്ചിട്ട് ഞാൻ ചുറ്റി കെട്ടുന്നുണ്ട്. ഇവിടെ ഇപ്പം ചിക്കൻ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 1 വിസിൽ മാത്രം മതി, ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ കുക്കറിൽ വെച്ചിട്ട് 1 വിസിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനും കൂടെയുള്ള കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. കുറച്ച് വെള്ളം ചേർത്താൽ മതിയേ. ഇപ്പോൾ ഇത് 1 വിസിലായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊന്ന് തിരിച്ച് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ നിറച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണച്ചത്തിരിൻ്റെ മാവ് റെഡിയാക്കി എടുക്കാം. ഞാൻ 500 മൈദ എടുത്തിട്ടുണ്ട്. കുറച്ച് ഗോതമ്പ് പൊടിയും കുറച്ച് ഉപ്പുപൊടിയും കൂടെ ചേർത്തിട്ട് നന്നായി സോഫ്റ്റായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ബോളാക്കി എടുത്തതിന് ശേഷം നമുക്ക് പരത്തിയെടുക്കാം. എല്ലാം ഇങ്ങനെ ഉരുളകളാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പരത്തിയെടുക്കാം. നന്നായി വട്ടത്തിൽ പരത്തിയതിന് ശേഷം എണ്ണ തടവി കൊടുക്കണം.
ഇങ്ങനെ തന്നെ വേണം ചെയ്യാൻ. എന്നിട്ട് നമുക്ക് ഇത് മടക്കി എടുത്തിട്ട് പരത്തിയെടുക്കാം. ഇങ്ങനെയാണ് പരത്തിയെടുക്കുക. നമുക്ക് കോഴിക്കോടുള്ള എല്ലാവർക്കും കണ്ണച്ചത്തിരി നല്ല സ്റ്റൈലായിട്ട് പരത്താൻ അറിയാം. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് വിട്ടാലൊക്കെ കുറേ ആൾക്കാർക്ക് ഇത് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വൃത്തിയായിട്ട് പറഞ്ഞു തരുന്നത്. പിന്നെ ഇങ്ങനെ വേണം ഇത് മടക്കിയെടുക്കാൻ. എന്നിട്ട് നമുക്കിത് നിവർത്തി വീണ്ടും പരത്തിയെടുക്കാം. ഇങ്ങനെ പരത്തിയെടുക്കാം. നന്നായിട്ട് ഇങ്ങനെ തന്നെ പരത്തിയെടുക്കാം. അങ്ങനെ എല്ലാ പത്തിരി ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് പൊരിച്ചെടുക്കാം. വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഇവിടെ നന്നായി എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഒന്ന് ഇത് പൊരിച്ചെടുക്കാം. നന്നായി പൊങ്ങി വരും. നല്ല ഭംഗിയാണിത് കാണാൻ. നല്ല ടേസ്റ്റുമാണ്. ഈ കോഴി നിറച്ചയിലേക്ക് ഏറ്റവും ഈ കണ്ണച്ചത്തിരി തന്നെയാണ് നല്ല ടേസ്റ്റ്. കണ്ണച്ചത്തിരിയും കോഴി നിറച്ചതും കൂടെ ഒരുമിച്ച് കഴിക്കാനാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഇങ്ങനെ നന്നായി പൊങ്ങി വരും. എന്നിട്ടൊന്ന് തിരിച്ച് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഇങ്ങനെ ചെയ്യാം. വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ കണ്ണച്ചത്തിരി റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, വെരി സിമ്പിളാണ്. വലിയ റിസ്ക് ഒന്നുമില്ല. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, കോഴി നിറച്ചതും കണ്ണച്ചത്തിരിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. വെരി ടേസ്റ്റാണ്. നല്ല ഭംഗിയാണ് കാണാനും. കണ്ണച്ചത്തിരി നല്ല രസമാണ്. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യണം.